റിപ്പോർട്ടർ ചാനലിൽ നടക്കുന്ന വലിയ തൊഴിലാളി വിരുദ്ധത രാജിവെച്ചോടി റിപ്പോർട്ടർ ചാനലിലെ തൊഴിലാളി വിരുദ്ധതയെ പറ്റിയും അവിടുത്തെ ജോലി സാഹചര്യങ്ങളെ പറ്റിയും ഇപ്പോൾ അവിടുത്തെ റിപ്പോർട്ടറായിട്ടുള്ള അഞ്ജന അനിൽകുമാർ എഴുതിയിരിക്കുകയാണ്. അഞ്ജന അനിൽകുമാർ അവിടെ നിന്നും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. അവരാണിപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ചില യാത്രകൾ അപ്രതീക്ഷിതമായി അവസാനിക്കും, അതുപോലെ ഒന്നാണ് ഇതും. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായിരുന്നു. അതായത് അവർ 1.5 വർഷമായിട്ട് റിപ്പോർട്ടർ ടിവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഇറങ്ങുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ, അതിലും വലുതായി മറ്റൊന്നുമില്ല. 1 മാസം മുമ്പ് കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലത് കൈക്ക് 2 ഒടിവുണ്ടാകുകയും ചെയ്തു. കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖൻ്റെ മറുപടി. പ്രമുഖൻ ഒരു പക്ഷേ അരുണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആന്റോ അഗസ്റ്റിനോ ആയിരിക്കാം. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 1 മാസം മുമ്പ് കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ ജോലിക്കിടെയാണ് ഈ അഞ്ജന അനിൽകുമാർ തന്നെ വീഴുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട കൈയുമായിട്ട് ജോലിക്ക് കയറാൻ നിർബന്ധിതമായി. ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായെങ്കിൽ പോലും അവരെ ഫോഴ്സ് ചെയ്ത് ജോലിക്ക് കയറ്റുന്നു. അങ്ങനെ താഴോട്ട് വരുമ്പം അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട കൈയുമായി ജോലിക്ക് കയറാൻ നിർബന്ധിതയായി. റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ടത് സർജറിയിലെത്തി. അങ്ങനെ അവരുടെ ഓഫീസിൽ അഞ്ജന അനിൽകുമാർ തെന്നി വീഴുന്നു. അഞ്ജന അനിൽകുമാറിന് അവർ അവധി കൊടുക്കുന്നില്ല. പ്ലാസ്റ്റർ ഇട്ടിട്ടല്ലേ ഉള്ളൂ, ജോലിക്ക് വരാൻ പറയുന്നു. അങ്ങനെ പ്ലാസ്റ്ററിൽ തീരേണ്ട സംഭവം സർജറിയിൽ എത്തിച്ചേർന്നു. ഇനിയുമുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്ന സർജറിക്ക് വേണ്ടി 4 ദിവസം ലീവ് ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഓഫീസിൽ തെന്നി വീണ് അത് അവരുടെ ഈ പറയുന്ന തൊഴിലാളി വിരുദ്ധത കൊണ്ട് സർജറിയിലെത്തേണ്ട സാഹചര്യം വരുന്നു. സർജറിക്കായിട്ട് ലീവ് ചോദിക്കുമ്പോൾ വീണ്ടും പറയുകയാണ്. എന്താ പറയുന്നത്? 4 ദിവസം ലീവ് ചോദിക്കുമ്പോൾ പറയുകയാണ് നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്ന്. ആരോഗ്യത്തെക്കാലുവേ. അപ്പോൾ മുതൽ സ്ഥാപനം വിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നത് ചാനൽ പ്രൊമോയിലെ ഒരു വാചകമായും കാറിൻ്റെ സ്റ്റിക്കറായും മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് ആദ്യം നടപ്പിലാക്കേണ്ടത് തൊഴിലിടത്തിൽ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ എന്നെപ്പോലെ ഒരുപാട് പേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. വാർത്തകൾക്ക് വേണ്ടി തൻ്റെ കീഴിലുള്ള റിപ്പോർട്ടർമാരെ എന്തും പറയാമെന്ന് വിശ്വസിക്കുന്ന ഒരു ബ്യൂറോ ചീഫാണ് അതിന് കാരണം. കേട്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനും പരാതി നൽകി. ഉടൻ തന്നെ ട്രാൻസ്ഫർ. അതായത് പരാതി കൊടുത്തപ്പോൾ ട്രാൻസ്ഫറാണ് കൊടുക്കുന്നത്. ഒരു ജൂനിയർ റിപ്പോർട്ടർ പരാതി ആയതുകൊണ്ട് ഗൗരവത്തിൽ എടുക്കാത്തതായിരിക്കുമെന്ന് ചിന്തിച്ചു. ചില മുതിർന്ന റിപ്പോർട്ടർമാരും പരാതി നൽകി, അവർക്കും ഗുണമുണ്ടായില്ല. ഒടുവിൽ അവർ ഇവിടം വിടുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും തലസ്ഥാനത്തൊരു വിഷപ്പാമ്പായി അയാൾ വാഴുന്നു. ആരാണ്? അരുൺകുമാറാണോ ആന്റോ ആണോ എന്നാണ് ഇതിനകത്ത് അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു, അത് ഞാൻ പറയുന്നില്ല, നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ലോ. കർമ്മ ഈസ് എ ബൂമറാങ് എന്നാണല്ലോ. നോക്കാം. അതായത് നിനക്കുള്ള പണി ദൈവം തരുമെന്ന പെൺകുട്ടി പ്രാഗാണ്. വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചവരാണ്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ റിപ്പോർട്ടറിൽ 1.5 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ജോലിക്കിടയിൽ അവരൊരു ദിവസം തെന്നി വീഴുന്നു. അപ്പോൾ ജോലിക്കിടയിൽ തെന്നി വീണാൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരൊരു സാമാന്യ സ്ഥിതിക്ക് അവധി കൊടുക്കും. അപ്പോൾ ഈ പെൺകുട്ടി വീണ് കൈയൊടിഞ്ഞോ അല്ലെങ്കിൽ എന്തൊടിഞ്ഞോ പ്ലാസ്റ്റർ ഇട്ടിട്ട് അവർ അവധി ചോദിക്കും. അവരോട് പറയുകയാണ് പ്ലാസ്റ്ററിൽ ഇട്ടിട്ടുള്ളൂ, ജോലിക്ക് വരാൻ. ഓക്കെ, അത് അംഗീകരിക്കാതെ അവധി കൊടുക്കാതെ ലീവിന് വരുന്നു. വീണ്ടും ജോലിക്ക് വരുന്നു. അങ്ങനെ ജോലിക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ജോലിക്ക് വരുന്ന സമയത്ത് ഈ പ്ലാസ്റ്റർ ഇടേണ്ട അല്ലെങ്കിൽ പ്ലാസ്റ്റർ തീരേണ്ടത് സർജറിയിൽ എത്തുന്നു. അപ്പോൾ സർജറിക്ക് വേണ്ടി വെറും 4 ദിവസം ചോദിക്കുമ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും. ഒരു കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവധി ചോദിക്കുമ്പോൾ പറയുന്നതാണ്. അങ്ങനെ അതിനെപ്പറ്റി പരാതി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരാതി കൊടുക്കുമ്പോൾ ട്രാൻസ്ഫർ കൊടുത്തു വിടുകയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ അവരുടെ ഈ പറയുന്ന തൊഴിലാളി വിരുദ്ധത വെളിയിലേക്ക് വരികയാണ്, വിവരങ്ങൾ വെളിയിലേക്ക് വരികയാണ്. ഈ രാത്രി 9 മണിക്കൊക്കെ അല്ലെങ്കിൽ 8 മണിക്കാന്ന് തോന്നിപ്പോൾ ഇവരെല്ലാം കൂടെ വട്ടവിരുന്ന് വന്ന് ചർച്ച ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കോടതി ഇവരാണെന്നും അല്ലെങ്കിൽ എല്ലാ കാര്യത്തെപ്പറ്റി ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഇവരെല്ലാം പെർഫെക്റ്റ് ആണെന്നും നമുക്കൊരു തോന്നൽ വരും. ഈ തോന്നൽ വെറും തോന്നലാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അഞ്ജന അനിൽകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആന്റോ അഗസ്റ്റിനോടും അരുൺകുമാറിനോടും അതോടൊപ്പം തന്നെ സ്മൃതി പരുത്തിക്കാടിനോടും സുജയ പാർവതിയോടും പിന്നെ ഈ ഇടയ്ക്ക് വന്ന ആ പുതിയ മനുഷ്യനോടും ഒക്കെ പറയാനുള്ളത്, ആദ്യം സ്വയം നന്നാകുക, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുക. ആദ്യം സ്വന്തം സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ നേരെയാക്കുക, എന്നിട്ട് കരക്കാരെ വിമർശിക്കാൻ ഇറങ്ങുക. ആദ്യം സ്വന്തം കണ്ണിലെ കമ്പെടുക്ക് അല്ലെങ്കിൽ കോലെടുക്ക്, എന്നിട്ട് നാട്ടുകാരുടെ കണ്ണിലെ കരടെടുക്കാൻ വാ.